പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മനുഷ്യവംശത്തിന്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവ്വം നൽകിയ രഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ദൈവമെന്റെ നായകൻ, ദൈവമെന്റെ ആശ്രയം, ദൈവമെന്റെ സർവ്വവും. ദൈവ
നിങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗ്ഗത്തിലെന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുകുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ എല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥൻ എന്നേക്കും. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥനായ എന്നേക്കും. സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തുവിധം ഇപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സ്പർശിക്കാവുന്ന വസ്തുവിനെയോ എരിയുന്ന അഗ്നിയെയോ അന്ധകാരത്തെയോ കാർമേഘത്തെയോ ചുഴലിക്കാറ്റിനെയോ കാഹളധ്വനിയെയോ ഇനി അരുതേ എന്ന് കേട്ടവരെ കൊണ്ട് പറയിക്കുന്ന വാക്കുകളുടെ മുഴക്കത്തെയോ അല്ല നിങ്ങൾ സമീപിക്കുന്നത്. മനയെ സമീപിക്കുന്നത് ഒരു മൃഗമാണെങ്കിൽ പോലും അതിനെ കല്ലെറിയണം എന്ന കൽപ്പന അവർക്ക് ദുസ്സഹമായിരുന്നു. ഞാൻ ഭയം കൊണ്ട് വിറയ്ക്കുന്നു എന്ന് മോശ പറഞ്ഞത്തക്ക വിധം അത്ര ഭയങ്കരമായിരുന്നു ആ കാഴ്ച. സിയോൻ മലയിലേക്കും ജീവിക്കുന്ന ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ ജെറുസലേമിലേക്കും അസംഖ്യം ദൂതന്മാരുടെ സമൂഹത്തിലേക്കുമാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആദ്യജാതരുടെ സമൂഹത്തിലേക്കും സഭയിലേക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപന്റെ മുൻപിലേക്കും പരിപൂർണരാക്കപ്പെട്ട നീതിമാന്മാരുടെ ആത്മാക്കളുടെ അടുത്തേക്കും പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായ യേശുവിന്റെ സവിധത്തിലേക്കും ആബേലിന്റെ രക്തത്തെക്കാൾ ശ്രേഷ്ഠമായവ വാഗ്ദാനം ചെയ്യുന്ന തളിക്കപ്പെട്ട രക്തത്തിലേക്കുമാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. സംസാരിച്ചു കൊണ്ടിരിക്കുന്നവരെ നിരസിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. ഭൂമിയിൽ ഞാൻ തങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയവരെ നിരസിച്ചവർ രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നവരെ നാം തിരസ്കരിച്ചാൽ രക്ഷപ്പെടുക കൂടുതൽ പ്രയാസമാണ്.
അന്ന് അവന്റെ സ്വരം ഭൂമിയെ ഇളക്കി. എന്നാൽ ഇനിയും ഒരിക്കൽ കൂടി ഞാൻ ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഇളക്കും എന്ന് ഇപ്പോൾ അവൻ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ഇനിയും ഒരിക്കൽ കൂടി എന്ന പ്രയോഗം സൂചിപ്പിക്കുന്നത് ഇളക്കപ്പെട്ടവ, സൃഷ്ടിക്കപ്പെട്ടവ നീക്കം ചെയ്യപ്പെടുമെന്നാണ്. ഇളക്കപ്പെടാൻ പാടില്ലാത്തവ നിലനിൽക്കാൻ വേണ്ടിയാണിത്. സുസ്ഥിരമായ ഒരു രാജ്യം ലഭിച്ചതിൽ നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം. അങ്ങനെ ദൈവത്തിന് സ്വീകാര്യമായ ആരാധന ഭയഭക്തിയാദരങ്ങളോടുകൂടെ സമീപിക്കാം. കാരണം നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. പത്രോസ്, യാക്കോബ്, അവന്റെ സഹോദരൻ യോഹന്നാൻ എന്നിവരെ മാത്രം കൂട്ടിക്കൊണ്ട് ഒരു ഉയർന്ന മലയിലേക്ക് പോയി. അവൻ അവരുടെ മുന്നിൽ വെച്ച് രൂപാന്തരപ്പെട്ടു. അവന്റെ മുഖം സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങി. അവന്റെ വസ്ത്രം പ്രകാശം പോലെ ധവളമായി. മോശയും ഏലിയായും അവനോട് സംസാരിക്കുന്നതായി അവർ കണ്ടു. പത്രോസ് യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. നിനക്ക് സമ്മതമാണെങ്കിൽ ഞങ്ങളിവിടെ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം. ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയായ്ക്ക്. അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശോഭയേറിയ ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു. മേഘത്തിൽ നിന്ന് ഇങ്ങനെയൊരു സ്വരമുണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇവന്റെ വാക്ക് ശ്രവിക്കുവിൻ. ഇത് കേട്ട ക്ഷണത്തിൽ ശിഷ്യന്മാർ കമിഴ്ന്നു വീണു. അവർ ഭയവിഹ്വലരായി. യേശു സമീപിച്ച് അവരെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, എഴുന്നേൽക്കുവിൻ, ഭയപ്പെടേണ്ട. അവർ കണ്ണുകളുയർത്തി നോക്കിയപ്പോൾ യേശുവിനെ അല്ലാതെ മറ്റാരെയും കണ്ടില്ല. യേശുവിൽ ഏറെ സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങൾ, യേശുവിൻ്റെ രൂപാന്തരീകരണമാണ് ഇന്ന് തിരുസഭാ മാതാവ് നമ്മുടെ മുന്നിൽ വിചിന്തന വിഷയമായി ലഭിക്കുന്നത്. വചനത്തിൽ നാം വായിച്ചു കേട്ടതുപോലെ ഈശോ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് ഒരു ഉയർന്ന മലയിലേക്ക് കയറി പോകുന്നു. 4-ാം നൂറ്റാണ്ട് മുതലുള്ള ചരിത്രം പരിശോധിച്ചാൽ ഈ മല താബോർ മലയാണ് എന്നാണ് ചരിത്രകാരന്മാർ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളത്. ഗലീലി സമുദ്രത്തിൽ നിന്നും
1700 അടി ഉയരത്തിൽ നിൽക്കുന്ന ഈ മല നമുക്കറിയാം എന്തുമാത്രം പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ടായിരിക്കും യേശുവും ശിഷ്യന്മാരുമൊക്കെ അവരെ അവിടെ എത്തിപ്പെട്ടിട്ടുണ്ടാകുക. ഒരുപക്ഷെ ഈ വചനഭാഗം വായിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കുന്നതനുസരിച്ച് സന്ധ്യയാകുമ്പോൾ ശിഷ്യന്മാരും യേശുവൊക്കെ ആ മലമുകളിൽ എത്തിച്ചേരുകയാണ്. അത് പറയാൻ കാരണം വചനഭാഗത്ത് പറയുന്നുണ്ട് ശിഷ്യന്മാർ നിദ്രാവിവശരായിരുന്നു എന്ന്. ഒരുപക്ഷെ മലമുകളിലേക്ക് കയറി ആ ക്രിയകൾ നടന്നതിൻ്റെ ക്ഷീണം മൂലം അവിടെ എത്തിച്ചേർന്നപ്പോൾ തന്നെ ശിഷ്യന്മാർക്ക് നമുക്കൊക്കെയുള്ള നല്ല പ്രാർത്ഥനയ്ക്ക് എത്തിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും നമുക്ക് ഉണ്ടാകാറുള്ള ആ സൗഭാഗ്യം സുഖമായിട്ടുള്ള ഉറക്കം ശിഷ്യന്മാർക്കും അനുഭവപ്പെട്ടു. അങ്ങനെ ശിഷ്യന്മാർ ക്ഷീണിച്ച് ഒരു മയങ്ങ് ഈശോ തൻ്റെ പതിവുള്ള പ്രാർത്ഥനയ്ക്കായി അല്പം മാറി നിന്ന് അവിടെ പ്രാർത്ഥനയിൽ കഴിച്ചു. പെട്ടെന്ന് ഒരു പ്രകാശം, ശോഭയേറിയ ഒരു പ്രകാശം ശിഷ്യന്മാരുടെ മേൽ വലയം ചെയ്യുകയാണ്. ശിഷ്യന്മാരുടെ കണ്ണു ചിമ്മി നോക്കിയപ്പോൾ യേശുവിൻ്റെ മുഖഭാവം മാറി വസ്ത്രം വെണ്മയുള്ളതായി വ്യക്തികളെന്ന് വെണ്മയുള്ളതായിട്ട് കാണപ്പെട്ടു. അവര് ആകെ അസ്വസ്ഥനായ സത്യത്തിൽ പത്രോസ് വിളിച്ചു പറയുകയാണ്, കർത്താവേ, അങ്ങേക്ക് സമ്മതമാണെങ്കിൽ ഞങ്ങൾ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം. ഒന്ന് നിനക്ക്, ഒന്ന് ഏലിയായ്ക്ക്, ഒന്ന് മൂസയ്ക്ക്. സത്യത്തിൽ പത്രോസ് എന്താണ് പറഞ്ഞതെന്ന് ഒരു നിശ്ചയം പത്രോസ് ഉണ്ടായിരുന്നില്ല. ആ പ്രകാശമയത്തിൽ ആകെ ഭയന്ന് പേടിച്ച് നല്ല ഉറക്കൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് രാത്രിയിൽ പിച്ചുമ്പയിൽ പറയാൻ പറഞ്ഞതുപോലെ പത്രോസിനാക്കി അങ്ങനെയുള്ള ഒരു തോന്നലാണ്. അതുകൊണ്ടാണ് എന്തൊക്കെയാണ് പത്രോസ് പറഞ്ഞതെന്ന് പത്രോസ് തന്നെ അറിയില്ലായി. അങ്ങനെ എനിക്ക് വീണ്ടും അവർ ആശങ്കയിൽ അസ്വസ്ഥരായെന്ന് കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് വീണ്ടും ഒരു പ്രകാശമലയം അവരെ ആവരണം ചെയ്യുന്നു. അപ്പം നോക്കിയപ്പോൾ ഈശ്വരല്ലാതെ ആരെയും കണ്ടില്ല. ഈശോ അവരെ ധൈര്യപ്പെടുത്തുന്നു, അവരെ ആശ്വസിപ്പിക്കുന്നതായിട്ട് വളരെ ഭാഗത്ത് കാണുന്നു. സ്നേഹമുള്ളവരെ, ഇതാണ് പത്രോസിനുണ്ടായിരുന്ന യേശു അനുഭവം. ഈ അനുഭവത്തിന് ഉത്തരം, അല്ലെങ്കിൽ വളരെ ഭാഗത്തിന് ഉത്തരം പത്രോസിന് കൊടുക്കുന്നത് തൻ്റെ 2-ാം ലേഖനം 1-ാം അധ്യായം 16-ാം വാക്യത്തിലൂടെയാണ്. അവിടെ പത്രോസിന് വളരെ വ്യക്തമായിട്ട് പറയുന്നത്, കേവലം കൽപ്പിത കഥകളെ അടിസ്ഥാനമാക്കിയല്ല ഞാനിത് സാക്ഷ്യപ്പെടുത്തുന്നത്. യേശുവിന്റെ ശക്തി പ്രഭാവത്തിൽ അനുഭവിച്ചവരാണ് ഞാൻ. യേശുവിന്റെ ശക്തി പ്രഭാവം അനുഭവിച്ചവരാണ് ഞാൻ എന്ന് 16-ാമത്തെ വാക്യം 2-ാം ലേഖനം 1-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിലൂടെ പത്രോസ് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. സ്നേഹിതരെ, ഈ വചനഭാഗങ്ങൾ യേശുവിന്റെ രൂപാന്തരീകരണ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ തിരുസഭ മാറാൻ നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് നമ്മളും യേശു അനുഭവമുള്ള വ്യക്തികളായിട്ട് മാറണമെന്ന് തന്നെയാണ്. അന്ന് ശിഷ്യന്മാരെ യേശുവിനെ പ്രഘോഷിച്ചതുപോലെ ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടേതായിട്ടുള്ള രീതിയിൽ യേശുവിനെ സാക്ഷ്യപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കണം. അതിന് നമ്മളെല്ലാം
ലേഖനം വായിച്ചപ്പോൾ അങ്ങനെ ഒരു ഡോക്ടർ ജോസഫ് മാത്യു എന്ന രണ്ടായ സഹോദരൻ എഴുതിച്ചു വാചകം കണ്ടു. ഇന്ന് സമൂഹത്തിൽ ധാരാളം കഴിവുള്ള വ്യക്തികളുണ്ട്, ഒത്തിരിയേറെ കഴിവുള്ള ഒരു സമൂഹത്തിലുണ്ട്. പക്ഷേ സിദ്ധിയുള്ളവര് വളരെ കുറവാണെന്നാണ് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുള്ളത്. കഴിവുള്ളവരുണ്ട്, പക്ഷെ സിദ്ധികളുള്ളവർ വളരെ കുറവാണ്. ഇത് തന്നെയാണ് ഇവിടെയും നമ്മൾ കാണുന്നത്. ഒരു തരത്തില് ഒത്തിരിയേറെ ആവേശത്തോടുകൂടെ വചനം പ്രസംഗിക്കാൻ പറ്റും, ഒത്തിരിയേറെ മറ്റു കഴിവുകളൊക്കെ നമുക്ക് പ്രകടിപ്പിക്കാൻ സാധിക്കും. പക്ഷെ അനുഭവത്തിന്റെ തലത്തിലേക്ക്, സിദ്ധിയുടെ തലത്തിലേക്ക് നമുക്ക് പലപ്പോഴും വരാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്ന യാഥാർത്ഥ്യങ്ങൾ. നമുക്കറിയാം, വലിയ ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ അത്ഭുതങ്ങളും രോഗശാന്തിയുമൊക്കെ സംഭവിക്കുന്നത് പലപ്പോഴും അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ സംസാരിക്കുമ്പോഴാണ്. അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ നിന്നും തങ്ങൾ അനുഭവിച്ച യേശുവിനെ മറ്റുള്ളവർക്ക് സാക്ഷ്യപ്പെടുത്തുമ്പോൾ അവിടെ മാനസാന്തരത്തിന്റെ നീർച്ചാലുകൾ ജനങ്ങളിലേക്ക് ഇറങ്ങി വരികയാണ്. ഇത് തന്നെയാണ് ഈ വചനഭാഗം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും അനുഭവത്തിന്റെ തലത്തിലേക്ക് കടന്നു വരണം. യേശുവിനെ പത്രോസ്ലീഹായും ശിഷ്യന്മാരും അനുഭവിച്ചതുപോലെ നമ്മളും ആ യേശു അനുഭവത്തിനായിട്ട് ദാഹിക്കണം. നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. നമുക്ക് കുറവുകളുള്ളവരാണ്, നമുക്ക് ഒത്തിരിയേറെ പാണിച്ചുകളുള്ളവരാണെങ്കിലും കർത്താവായ ഈശോയെ ഞങ്ങൾ ഓരോരുത്തരെയും അനുഭവത്തിന്റെ തലത്തിലേക്ക് നീ നയിക്കണമേ. അനുഭവത്തിന്റെ തലത്തിൽ നിന്നെ മനസ്സിലാക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് ഈ വചനത്തിൽ വിളിച്ചിട്ട് നമുക്ക് യാചിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല തീരുമാനങ്ങൾ നമുക്ക് സ്വീകരിക്കുകയും ചെയ്യാം. ഈശോ നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. നിന്റെ തിരുരക്തത്താൽ വീണ്ടെടുക്കുകയും രക്തസാക്ഷികളുടെ ചുടുനിണത്താൽ പരിപോഷിക്കുകയും ചെയ്ത സഭയ്ക്ക് പ്രയാസങ്ങളെയും എതിർപ്പുകളെയും നേരിടുന്നതിനും പ്രേക്ഷിത ദൗത്യം വിജയപ്രദമായി തുടരുന്നതിനും ശക്തി നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സഭയോടൊത്ത് ചിന്തിക്കുവാനും അവളുടെ പ്രവർത്തനങ്ങളിൽ കഴിവിനകത്ത് പങ്കാളികളാകാനുമുള്ള സന്മനസ് ദൈവജനത്തിന് നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിവിധ സഭകൾക്കിടയിൽ പരസ്പര ധാരണവും ഐക്യവും വളർത്തി ഏക സത്യവിശ്വാസത്തിൽ അവയെ പരിരക്ഷിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സ്നേഹന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെട്ടിരിക്കുന്ന സഭയിൽ യഥാർത്ഥ പ്രേക്ഷിതരാവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദൈവവിളിക്കനുസൃതമായി സുശേഷ വേല ചെയ്ത് നീതിമാന്മാരോടൊപ്പം സ്വർഗ്ഗ സൗഭാഗ്യത്തിന് അർഹരാകാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുവായ സഭ മുഴുവന്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പയെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുടെ സഹായ മെത്രാൻ മാർ ടോണി പിതാവിനെയും വത്സല പിതാവ് മാർ ജേക്കബ് മെത്രാപ്പൊലീത്തായെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മനന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് കർത്താവായ മിശിഹായേ, നിന്റെ കൃപയാൽ ഞങ്ങളെ എല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. സുവിശേഷത്തിന് സാക്ഷികളാകാൻ ഞങ്ങളെ വിളിച്ചു കർത്താവേ, സഭയോട് ചേർന്ന് മനസ്സായി പ്രേക്ഷിതരായി ചെയ്യാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധിയോടും വിശുദ്ധയോടുകൂടെ സഭയിൽ ശുശ്രൂഷ ചെയ്ത് നിന്നെ മഹത്വപ്പെടുത്താൻ പ്രേക്ഷിത രംഗങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. സകലത്തിന്റെ നാഥായ നയിക്കും. സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടന്നുകൊള്ളുകയും
നമ്മുടെ പാപങ്ങളെയും മാലിന്യം ദുർജനിക്കുകയും ചെയ്യണമേ. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവുമായ സകലത്തിലെ സൃഷ്ടാവിനെ വിശ്വസിക്കുന്നു. ദൈവത്തിലെ ഏകപുത്രനും സർവ്വശക്തനുമുള്ള ആദിയായവനും യോഗ്യനാമവും പിതാവും വിശ്വസിക്കുന്നു. എന്നാൽ ശക്തനായ ഏകകർത്താവുമായ ഈശോമിശിഹായെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സകലത്തിലുള്ള സത്യദൈവവും പിതാവിനോട് ഏകസത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് സ്വർഗ്ഗത്തിലിറങ്ങി പരിശുദ്ധാത്മാവായ കന്യാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡനം സഹിക്കുകയും സ്ത്രീയായി കൊല്ലപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെടുന്നത് പോലെ മൂന്നാം ദിവസം എഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് പിതാവിനെ പ്രാർത്ഥിക്കുന്നു. മനുഷ്യരെ ജീവിക്കുന്നതിനുമാണ് അവിടുന്ന് പിതാവായിരിക്കുന്നു. പിതാവിനെ പുറപ്പെടുന്ന സത്യാത്മാവും ശാന്തവുമായ ഏകവിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകോപരിശുദ്ധവും ശരീരവും സാഹിത്യമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് ശരീരം
കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരനെ നിങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അപക്ഷത്തിന്റെ ശരീര രക്തങ്ങളാവുന്ന ദിവരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും ഭാവികളുമായ നിമിത്തം ഞങ്ങളെ അങ്ങ് കാരുണ്യാന്തരത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുകയും നമുക്കെല്ലാവർക്കും മനോധൈര്യത്തോടെ വിശുദ്ധിയോടെ കൂടെ നിന്ന് കർത്താവിന് നന്ദി പറയുകയും അടുത്ത് വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദ്യമുതൽ നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുകയും ഭയഭക്തിജന്മായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിനു വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായ ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും പ്രഭാതൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. സ്വർഗ്ഗവാസികളുടെ ആയിരങ്ങളും മലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ടാരാധിക്കുന്നു. അഗ്നിമയരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങളെ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും രൂപികളുമായ പ്രവീന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് ആരാധന സമർപ്പിക്കുന്നു. പരിശുദ്ധൻ 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 പരിശുദ്ധൻ
പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ സ്മരണ താഴ്ച കൊടുക്കപ്പെട്ട രാത്രി ഈശോ തൃക്കരങ്ങളിലൊപ്പമെടുത്ത് ഭജിച്ച് പാപമോചനത്തിനായത് ഭജിക്കപ്പെടും എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ ഭക്ഷിക്കും. തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അവർക്ക് നൽകിക്കൊണ്ട് പാപമോചനത്തിനായത് അനേകർക്കു വേണ്ടി ചിന്തപ്പെടും എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും പാനം ചെയ്യും. നിങ്ങളെന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യും. കർത്താവേ, നമ്മെ പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദിവ്യതയിൽ ഞങ്ങൾ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പതിച്ചുപോയി ഞങ്ങളെ സുഖിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചതും ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി നിന്റെ സമൃദ്ധ
സമൃദ്ധമായ അനുഗ്രഹത്താൽ മൗത്തമണിയുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ ഫ്രാൻസിസ് പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ ജോർജാനജേരി ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായ്ക്കും അതിരൂപതാധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപ്പൊലീത്തായ്ക്കും മാർ ജേക്കബ് ടോണി മെത്രാപ്പൊലീത്താ മെത്രാനും പുരോഹിതന്മാർ സമർപ്പിതരായ പ്രേക്ഷിതർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീയന്മാരുടെയും രക്തസാക്ഷികളുടെയും അമ്മകളുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായി വിധമർത്തിച്ച് നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും പാവങ്ങളുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ദൈവജനത്തിനും അയോഗ്യനായ എനിക്ക് വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും ശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരങ്ങളിൽ നിങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായി ശുശ്രൂഷയായി അങ്ങ് അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. കർത്താവേ, ഞങ്ങളുടെ നാഥനും രക്ഷകനുമായി ശുശ്രൂഷയുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ദാനത്തിന്റെയും ഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവേ വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിനുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ മൂല്യരക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടുകൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സ്തോത്രവും
സിംഹാസനമായ ബലിപീഠത്തെയും പാപമോചകമായ തിരുശരീരങ്ങളെയും സുഗന്ധപൂരിതമാക്കണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകുന്നു, ഞങ്ങളെ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും ശുദ്ധിർഗവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രക്ഷകളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ, ഈശ്വരനായ നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവനായകവുമായ അപ്പം സ്വർഗ്ഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തിലെ രക്ഷികളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരവോടെ സമർപ്പിക്കാം. അനുതാപത്തോടെ ഓളമാവുന്ന ക്ഷണത്തോടെ അപരാധികളിൽ പിന്തിരിഞ്ഞും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്താപിച്ചും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കുലങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷി ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഇവ നമ്മുടെ ശരീരങ്ങളെ ഉയർപ്പിനും ആത്മാക്കളെ രക്ഷിക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നതനായ ദൈവമേ, സ്വർഗരാജ്യത്തെയും സകല വിശുദ്ധരോടും ഒരുമിച്ച് അങ്ങയെ സ്തുതിക്കുവാൻ ഞങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മലഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച് ഇപ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾക്ക് ലോകത്തിൽ വീടാനിടയാകരുത്,
ദുഷ്കാര്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടി. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. നമ്മെ ജീവിപ്പിക്കുന്ന വിശ്വസിഹായുടെ കൃപാവൻ അവിടുത്തെ കാരണത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. സഹോദരരെ, സ്വർഗ്ഗരാജ്യത്തിൽ വിശ്വാസത്തോടെ ദൈവപുത്രനെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭകളെ ക്ഷണിക്കുന്നു. തിരുവോധനായ ഈശോയെ ദാസന്മാരായ വിദ്യാർത്ഥി അവരുടെ പ്രേരണകൾ സർവസമ്മതമായ അവരെ സൂചിപ്പിക്കുന്നവർ ആശ്വാസവും സന്യാസികളെ ആത്മായ പ്രേക്ഷകരെയും ഉദാഹരണം ചെയ്യണമേ. വൈദ്യുതി പ്രസിദ്ധമറിയമേ, പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അൽഫോൻസാമ്മേ, വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുകുടുംബമേ, കുടുംബങ്ങളെ നിർമ്മലമായി കാക്കണമേ.
പരിസ്ഥലവന കൃപാടത്താൽ ചിത്രവും പരിചയവും ജീവിതവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇതിൽ പങ്കുകൊള്ളാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവിടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിൽ കടങ്ങളുടെ മോചനത്തിനായി കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹനീയ തത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ ഋഷിയായി സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതികളിൽ നിന്നുള്ള ആരാധ്യമായി ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെ നാഥനായ എന്നേക്കും. Thank you.
നീ